ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രേംകുമാറുമായി സംസാരിച്ചു. അരുവിക്കരയിലോ നെയ്യാറ്റിൻകരയിലോ മത്സരിച്ചേക്കുമെന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ചർച്ചകൾ എവിടെയൊക്കെയോ നടക്കുന്നുണ്ടാകും, പക്ഷെ ഔദ്യോഗികമായിട്ട് ആരും തന്നോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രേംകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ KC വേണുഗോപാൽ പ്രേംകുമാറുമായിട്ട് ഇത് സംബന്ധിച്ചുള്ള കൂടിക്കാഴ്ച നടത്തുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രേംകുമാർ കോൺഗ്രസിലേക്കോ എന്നുള്ള പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഈ സമയങ്ങളിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. CPM-ഉമായിട്ട് പരസ്യമായിട്ട് ചില എതിർപ്പുകൾ പ്രേംകുമാർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആശാ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ആശാപ്രവർത്തകരുടെ സമരത്തിന് ഒരു പരസ്യ പിന്തുണ പ്രേംകുമാർ നൽകുകയും അത് പിന്നീട് ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പൊടുന്നനെ പ്രേംകുമാറിനെ മാറ്റിയ സംഭവം അതും വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും തന്നെ അങ്ങനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഒരു എതിരഭിപ്രായം പ്രേംകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഇടയ്ക്കാണ് അതിൽ ഒരു ഇതിലിപ്പോൾ ഈ വരുന്ന വാർത്തയുടെ വിവരങ്ങൾ സൂര്യഗായത്രി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹവുമായി സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് നടന്നിട്ടുണ്ട് എന്നാണോ? അദ്ദേഹം സമ്മതം മൂളിയോ കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുമെന്നാണോ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ അഭ്യൂഹങ്ങൾ വരുന്നു, അതിന്റെ വിവരങ്ങൾ പറയൂ. നിലവിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്ന് ചില സൂചനകൾ വരുന്നുണ്ട്. KC വേണുഗോപാൽ MP സംസാരിച്ചത് കോൺഗ്രസിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അത്തരത്തിൽ പരസ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. അതുകൂടാതെ ചില അധികാരങ്ങൾ കൂടി അദ്ദേഹത്തിലേക്ക് വരും എന്നുള്ള ചില വാഗ്ദാനം കൂടി കോൺഗ്രസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് CIC സഭാംഗമായി പ്രേംകുമാറിന് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ബോർഡ് കോർപ്പറേഷൻ പദവി നൽകാനുള്ള ചില തീരുമാനങ്ങൾ കോൺഗ്രസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരത്തിലൊരു വരക്കം കോൺഗ്രസിലേക്ക് പ്രേംകുമാർ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സ്ഥാനാർത്ഥിത്വം അത് പ്രേംകുമാറിന് ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്.